അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സമാധാനമില്ലാത്ത ആളുകൾക്കും സമാധാനമില്ലാത്ത വീടുകൾക്കും ഒരു പരിഹാരം. നിങ്ങളുടെ ജീവിതം താഴേക്ക് പോവുകയാണോ? സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങൾ താഴോട്ട് പോവുകയാണോ? എന്നാൽ അതിന് പ്രധാന കാരണം നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ബറക്കത്ത് നൽകിയിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ ബറക്കത്താണ് ആദ്യം വേണ്ടത്. എന്നാൽ ബറക്കത്തുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ പ്രാർത്ഥന എളുപ്പത്തിൽ സ്വീകരിക്കും. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ, സമാധാനമുണ്ടാകാൻ, ഐശ്വര്യമുണ്ടാകാൻ, നമ്മുടെ ജീവിതം വിജയത്തിലേക്കെത്താൻ പ്രിയപ്പെട്ടവരെ, ബറക്കത്ത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. മുൻകഴിഞ്ഞു പോയ പഴമക്കാരായിട്ടുള്ള ആളുകളൊക്കെ പറയുമായിരുന്നു, കുറഞ്ഞ വിഭവത്തിൽ, കുറഞ്ഞ ഭക്ഷണത്തിൽ വലിയ സംതൃപ്തി, വലിയ സന്തോഷം നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതാണ് ബറക്കത്ത് എന്നുള്ളത്. അതായത് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അത് വളരെ ചെറുതാണെങ്കിലും അതിൽ നമുക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുന്നുണ്ടെങ്കിൽ, ഒരു റാഹത്ത് കിട്ടുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതാണ് ബറക്കത്ത്. എന്നാൽ നമ്മളിൽ പലരുടെയും മനസ്സിലുദിക്കുന്നത് ഒരുപാട് പണം ഉള്ള ആളുകൾക്ക്, ഒരുപാട് സമ്പത്തുള്ള ആളുകൾക്ക്, അതുപോലെ വലിയ സെലിബ്രിറ്റിയായ ആളുകൾ, അറിയപ്പെടുന്ന ആളുകൾക്ക്, അതുപോലെ നമ്മുടെ കാഴ്ചയിൽ വിലപിടിപ്പുള്ള ഫോണുണ്ട്, വിലപിടിപ്പുള്ള കാറുണ്ട്, വലിയ വീടുകളുണ്ട്, ഒരുപാട് പണമുണ്ട്, ഭൂസ്വത്തുണ്ട്, നല്ല സൗന്ദര്യമുള്ള ഭാര്യയുണ്ട്, മക്കളുണ്ട്, നല്ല സ്നേഹമുള്ള കുടുംബം. എന്തൊരു അനുഗ്രഹമാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് നൽകിയത് എന്ന് പല ആളുകളുടെയും ജീവിതം നമുക്ക് നമ്മുടെ കാഴ്ചയിൽ കാണുമ്പോൾ നമുക്ക് തോന്നും. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് ലഭിക്കുന്ന സമാധാനം, നിങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുണ്ടാകില്ല. കാഴ്ചയിൽ അവരുടെ ജീവിതം വലിയ ആഡംബര ജീവിതമാണ്, എല്ലാ അനുഗ്രഹങ്ങളുമുണ്ട്. എന്നാൽ അതിലൊന്നും അവർക്കൊരു സന്തോഷം കിട്ടുന്നില്ല, സമാധാനം കിട്ടുന്നില്ല, ബറക്കത്തില്ല. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്താണ് അതുകൊണ്ടൊരു കാര്യം? എല്ലാം ഉണ്ട് എന്ന് പറയാം, അല്ലാതെ അതിൽ ഒന്നും ഒരു ആനന്ദം കിട്ടുന്നില്ല, ഒരു സന്തോഷം കിട്ടുന്നില്ല, സമാധാനമില്ല. പിന്നെ എന്താണ് അതുകൊണ്ടൊക്കെ ഒരു കാര്യം? വലിയ ആഡംബര ജീവിതം കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് സമാധാനമാണ്, സന്തോഷമാണ്. ആ ഒരു സന്തോഷം, ആ ഒരു റാഹത്ത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കൊരു ചെറിയ ഓലമേഞ്ഞ മണ്ണുകൊണ്ട് തയ്യാറാക്കിയ ഒരു വീടാണെങ്കിലും, വയറ് നിറയെ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിലും, യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് വാഹനമില്ലെങ്കിലും, അതുപോലെ രാത്രി അന്തിയുറങ്ങാൻ നിങ്ങൾക്ക് കിടക്കാൻ മെത്തയില്ല, നിങ്ങൾ വീടിൻ്റെ താഴെ പായ വിരിച്ചാണ് കിടക്കുന്നത്, ഇങ്ങനെ തുടങ്ങിയ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ചെറിയ അനുഗ്രഹമാണ് നൽകിയതെങ്കിലും അതിൽ അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ആ വീട്ടിലുള്ള താമസമുണ്ടല്ലോ, ഓരോ സെക്കൻഡുകളും നിങ്ങൾക്ക് വലിയ സന്തോഷമുണ്ടാക്കുന്ന ഒരു ജീവിതമായിരിക്കും, വലിയ ആനന്ദമായിരിക്കും. നിങ്ങൾ പായ വിരിച്ച് കിടക്കുകയാണെങ്കിലും ആ ഉറക്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നല്ല റാഹത്ത് നൽകും, നല്ല സന്തോഷവും സമാധാനവും നൽകും. അതുപോലെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഇനി വളരെ കുറവാണെങ്കിലും, വയറ് നിറയെ കഴിക്കാനില്ലെങ്കിലും, അത് കഞ്ഞിയും ചമ്മന്തിയുമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു തആല ആ ഭക്ഷണത്തിൽ ബറക്കത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ, ആ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ റാഹത്തായിരിക്കും, വലിയ രുചിയായിരിക്കും. ചിക്കൻ ബിരിയാണിയും കുഴിമന്തിയും അൽഫാമും റോഷുമൊക്കെ കഴിക്കുന്നതിനേക്കാൾ വലിയ ഒരു രുചി നിങ്ങൾ കഴിക്കുന്ന ആ ചെറിയ ഭക്ഷണത്തിന് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകും, ബറക്കത്തുണ്ടെങ്കിൽ. അതാണ് മുൻഗാമികളായിട്ടുള്ള ആളുകൾ പറഞ്ഞത്. നമുക്ക് ലഭിച്ച ഭക്ഷണം, വിഭവം അത് കുറച്ചാണെങ്കിലും അതിൽ നമുക്ക് സംതൃപ്തി ലഭിക്കുന്നുണ്ടെങ്കിൽ, സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിൽ, അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ ബറക്കത്ത് എന്നുള്ളത്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചില വീടുകളിലേക്ക് കയറി ചെന്നാൽ അവിടെ വലിയ ആഡംബരങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ പ്രത്യേക ഒരു സമാധാനം നമുക്ക് ലഭിക്കും അവിടെ. അത് ജോലിക്കൊക്കെ പോകുന്ന എൻ്റെ സ്നേഹിതന്മാരൊക്കെ എന്നോട് പറയാറുണ്ട്. ചില വലിയ പണക്കാരായിട്ടുള്ള ആളുകളുടെ വീട്ടിൽ ജോലിക്ക് പോയാൽ ആ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ ഒരു റാഹത്തുണ്ടാകില്ല, ജോലി ചെയ്യാൻ തന്നെ ഒരു മൂഡ് ഓഫ് ആയിരിക്കും.
മാത്രമല്ല അവിടെ നിന്നും ഭക്ഷണം കിട്ടും. ആ ഭക്ഷണമാണെങ്കിലോ ആ വീട്ടിൽ തയ്യാറാക്കിയ ഭക്ഷണമായിരിക്കില്ല, ഹോട്ടലിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ഭക്ഷണമായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു റാഹത്തുണ്ടാകില്ല, ഒരു സന്തോഷം കിട്ടില്ല. എന്നാൽ അതിനു വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്ത പാവപ്പെട്ട ആളുകളുടെ വീട്ടിൽ ജോലിക്ക് പോയാൽ പ്രത്യേക ഒരു റാഹത്താണ് അവിടെ ജോലി ചെയ്യാൻ തന്നെ. മാത്രമല്ല അവിടെ നിന്നും ആ വീട്ടുകാർ തയ്യാറാക്കി കൊണ്ടുവന്ന ആ ഭക്ഷണം കഴിക്കുമ്പോൾ അത് പ്രത്യേക ഒരു രുചിയാണ്, പ്രത്യേക ഒരു റാഹത്താണ്, വയറ് നിറയും. മാത്രമല്ല പാവപ്പെട്ട വീട്ടിലുള്ള ആളുകൾക്ക് ജോലിക്കാരോടൊരു ബഹുമാനവും സ്നേഹവും ആദരവും ഒക്കെ ഉണ്ടാകും. വലിയ സ്നേഹത്തിലായിരിക്കും അവരുടെ സംസാരം. അവർ നമ്മെ ഒരു വീട്ടുകാരെ പോലെ കാണും. അതുകൊണ്ട് തന്നെ പാവപ്പെട്ട വീട്ടിൽ ജോലിക്ക് പോകാൻ പ്രത്യേക ഒരു റാഹത്താണ്, പ്രത്യേക ഒരു സന്തോഷമാണ് എന്ന് എന്നോട് പറയുന്ന എത്രയോ എൻ്റെ കൂട്ടുകാരുണ്ട്. അതിന് കാരണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ വീട്ടിൽ അല്ലാഹു സുബ്ഹാനഹു തആല ബറക്കത്ത് നൽകിയത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരുപാട് ഉള്ളതിൽ അല്ല, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല എത്ര ചെറിയ അനുഗ്രഹമാണോ നൽകിയത്, ആ ചെറുതിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഈ ഭൂമി ലോകത്ത് അള്ളാഹുവിൻ്റെ ബറക്കത്ത് ലഭിച്ചവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും. നമ്മുടെ മുഖത്ത് നല്ല തെളിച്ചവും വെളിച്ചവും ഒരു പ്രകാശവും ഒരു സന്തോഷവും അല്ലാഹു സുബ്ഹാനഹു തആല എപ്പോഴും നൽകിക്കൊണ്ടേയിരിക്കും. അതിന് ഒരുപാട് സമ്പത്തും സൗന്ദര്യവും ഒന്നും വേണമെന്നില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകിയാൽ മതി. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലളിതമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്ന നമ്മുടെ വീടിനെ ഒരു സ്വർഗ്ഗതുല്യമാക്കാൻ, നമ്മുടെ ജീവിതം സ്വർഗ്ഗതുല്യമാക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തരുന്നത്. ഒരിക്കൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സ്വഹാബി മുത്തുനബിയുടെ അരികിൽ വന്ന് ചോദിച്ചു, നബിയെ, ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്, വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, എന്നാൽ എനിക്ക് വിശപ്പ് മാറുന്നില്ല, അത് എന്താണ് കാരണമെന്ന് ചോദിച്ചു. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത് നിങ്ങളുടെ വീട്ടിൽ ബറക്കത്തില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ വീട്ടിൽ ഒരുമിച്ചിരുന്നാണോ ഭക്ഷണം കഴിക്കാറ്? ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അല്പം മുമ്പ് നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കാറുണ്ടോ, അതായത് ബിസ്മി ചൊല്ലാറുണ്ടോ എന്ന് ചോദിച്ചു. മുത്തുനബി ഈ സ്വഹാബിയോട് ചോദിച്ച ഈ ചോദ്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അല്പം മുമ്പായിട്ട് നിങ്ങൾ ബിസ്മി ചൊല്ലാറുണ്ടോ? അതുപോലെ നിങ്ങൾ പരസ്പരം അകന്നിരുന്നാണോ ഭക്ഷണം കഴിക്കാറ്, അല്ലെങ്കിൽ നിങ്ങൾ കുടുംബസമേതം ഉമ്മയും ഉപ്പയും മക്കളും പേരക്കുട്ടികളും എല്ലാവരും കൂടി ഒരുമിച്ചാണോ ഭക്ഷണം കഴിക്കാറ്? ഇനി അങ്ങനെ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഇപ്പോൾ നമുക്കറിയാം എല്ലാവരുടെ കയ്യിലും ഉണ്ടാകും മൊബൈൽ ഫോൺ. അവർ സോഷ്യൽ മീഡിയയിൽ കയറി മറ്റുള്ളവരുടെ റീൽസും വീഡിയോസും ഒക്കെ കണ്ടായിരിക്കും അവർ ഭക്ഷണം കഴിക്കാറ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കാൻ അവർക്ക് ചോറൊക്കെ കൊടുത്താൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ കൂട്ടാനൊന്നല്ല വേണ്ടത്, അവർക്ക് വേണ്ടത് അതിൽ കൂട്ടാൻ മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോണിൽ റീൽസൊക്കെ കണ്ടുകൊണ്ടാണ് ഇപ്പോഴത്തെ മക്കളൊക്കെ ഭക്ഷണം കഴിക്കാറ്. അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം വേണ്ട, ഉമ്മ മൊബൈൽ ഫോൺ കൊടുത്തില്ലേ എന്നാൽ മക്കൾ അന്ന് ഭക്ഷണം കഴിക്കില്ല. ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ മാറ്റങ്ങൾ തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? ഓരോ ദിവസവും തുടക്കം കുറിക്കുമ്പോഴും നമ്മൾ മാറ്റം തുടങ്ങണം. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളുടെ വീട് വൃത്തിയാക്കുമ്പോൾ അത് നിങ്ങൾ ഒരു ജോലിയായി മാത്രം കണക്കാക്കരുത്. അത് അല്ലാഹു സുബ്ഹാനഹു തആലയെ പ്രീതിപ്പെടുത്താനുള്ള ഒരു മാർഗം കൂടിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ശുദ്ധി അതായത് വൃത്തി അത് ഈമാനിൻ്റെ പകുതിയാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ നിലം തുടക്കുമ്പോഴും വീട് വൃത്തിയാക്കുമ്പോഴും നിങ്ങളുടെ വീട്ടിൽ പാത്രം കഴുകുമ്പോഴും അലക്കുമ്പോഴുമെല്ലാം നിങ്ങളുടെ നാവിൽ നിന്നും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് നിങ്ങൾ പറയുക.
അങ്ങനെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് വൃത്തിയാകുന്നതിനോടൊപ്പം നിങ്ങളുടെ മനസ്സും വൃത്തിയാകുന്നു, മനസ്സ് ശുദ്ധിയാകുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സും വീടും വൃത്തിയായതുകൊണ്ട് മലക്കുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങി വരും. മലക്കുകൾ നിങ്ങളുടെ വീട്ടിൽ ഇറങ്ങി വന്നാൽ ആ വീട്ടിൽ നിന്നും ശൈത്താൻ പിശാച് ഓടിപ്പോകും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ വീട്ടിൽ ബറക്കത്തുണ്ടാകും. അപ്പോൾ ബറക്കത്തുണ്ടാകാൻ നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന ഈ തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ജോലികൾ തുടങ്ങുക. അതുപോലെ നമ്മുടെ ഉമ്മമാരൊക്കെ, വലിയുമ്മമാരൊക്കെ പണ്ട് അരി കഴുകുമ്പോൾ അതുപോലെ ആഹാരം പാകം ചെയ്യുന്ന സമയത്തൊക്കെ സ്വലവാത്തുകൾ ചൊല്ലുമായിരുന്നു. ഇപ്പോഴൊക്കെ ഈ ന്യൂ ജനറേഷൻ കാലത്ത് ആര് സ്വലവാത്തുകൾ ചൊല്ലുന്നു അല്ലേ? വീട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇറങ്ങിയ ഏതെങ്കിലും സിനിമാ പാട്ടായിരിക്കും സഹോദരിമാരുടെ നാവിൽ വരുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെയുള്ള സിനിമാ പാട്ടുകളും ചിന്തകളും നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ശൈത്താൻ വിട്ടുമാറില്ല. അതുകൊണ്ട് തന്നെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വീട്ടിൽ ബറക്കത്തുണ്ടാകില്ല. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ധാരാളം അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരുന്നതാണ് എന്ന്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മൾ ധരിക്കുന്ന വസ്ത്രം, നമ്മൾ ശ്വസിക്കുന്ന ശ്വാസം, നമ്മുടെ ഈ ശരീരം, അതുപോലെ നമ്മുടെ വാഹനം, നമ്മുടെ കുടുംബം, നമ്മുടെ വീട്, മക്കൾ, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ സമയത്ത് അള്ളാഹുവിനോട് നന്ദി പറയണം, നന്ദി കാണിക്കണം. അതായത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം അൽഹംദുലില്ലാഹ് എന്ന് പറയണം. യാത്ര ചെയ്യുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് എന്ന് പറയണം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർക്കണം, അൽഹംദുലില്ലാഹ് എന്ന് പറയണം. എന്നാൽ നമ്മുടെ ജീവിതം എങ്ങനെ മാറുന്നു എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല ധാരാളം നൽകും, ബറക്കത്തുണ്ടാകും, ജീവിതത്തിൽ ഒരു പ്രയാസവും ഉണ്ടാകില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ, ജീവിതത്തിൽ ഉന്നത വിജയമുണ്ടാകാൻ നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുക, അള്ളാഹുവിനോട് നന്ദി കാണിക്കുക. അതുപോലെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ വീട്ടിൽ ബറക്കത്തുണ്ടാകാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചൊരു ദുആയുണ്ട്. അള്ളാഹുവേ, എൻ്റെ ഉമ്മത്തീങ്ങൾക്ക് നീ പ്രഭാത സമയങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ എന്ന്. അപ്പോൾ പ്രഭാത സമയങ്ങളിൽ ബറക്കത്ത് നൽകണം എന്നാണ് മുത്തുനബി ദുആ ചെയ്തത്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് പക്ഷികൾ അള്ളാഹുവിനെ സ്തുതിക്കുന്ന ആ നിശബ്ദമായ യാമങ്ങളിൽ എണീൽക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്ന സമാധാനം, ബറക്കത്ത്, വിജയം വാക്കുകളിലും അപ്പുറമാണ്. ഇന്ന് നമ്മുടെ പല വീടുകളിലും ബറക്കത്ത് നഷ്ടപ്പെടാൻ കാരണം പ്രഭാത സമയം അത് ഉറക്കത്തിന് വിട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ്. പല സഹോദരന്മാരും, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള സഹോദരിമാരൊക്കെ രാത്രി 12 മണി, 1 മണി, 2 മണിയൊക്കെ ആകും അവർ കിടന്നുറങ്ങാൻ. അതുവരെ അവർ ഫോണിൽ തോണ്ടി കളിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ വൈകി ഉറങ്ങുന്നത് കൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ചെറുപ്പക്കാരൊന്നും സുബഹി സമയത്ത് എണീൽക്കില്ല. അവർ പുതപ്പ് മൂടി കിടന്നുറങ്ങും. ചില ആളുകൾ സുബഹി നിസ്കരിച്ച് വീണ്ടും കിടക്കും. എന്നാൽ കൂടുതൽ ആളുകളും ചിലപ്പോൾ സുബഹി നിസ്കരിക്കാതെയായിരിക്കും ആ ഉറക്കം. മാത്രമല്ല, സുബഹി സമയത്തുള്ള ആ ഉറക്കം അത് വല്ലാത്തൊരു ഉറക്കമായിരിക്കും. പ്രത്യേക ഒരു സുഖമായിരിക്കും ആ ഉറക്കത്തിന്. കാരണം ആ സമയത്തുള്ള ആ തണുപ്പും, പ്രധാനമായിട്ടും ശൈത്താൻ നമ്മെ സുഖിപ്പിച്ച് ഉറക്കുന്നൊരു സമയമാണത്. അതുകൊണ്ട് തന്നെ പല ആളുകളും ആ സമയത്ത് എണീൽക്കില്ല. അതുപോലെ ഉമ്മമാരൊക്കെ എണീൽക്കും. കാരണം അവരുടെ കുട്ടികൾക്ക് ചിലപ്പോൾ സുബഹിക്ക് മദ്രസയുണ്ടാകും. അതുകൊണ്ട് അവർ നേരത്തെ എണീക്കും. എന്നാൽ വെള്ളിയാഴ്ച ദിവസം അവർക്ക് മദ്രസ ഉണ്ടാകില്ല. അന്ന് ആ ദിവസം കുട്ടികൾക്ക് മദ്രസ ഇല്ലല്ലോ, അപ്പോൾ കുറച്ചു നേരം കൂടി ഉറങ്ങാം, ചായയും കടിയും കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം എന്നൊക്കെ കരുതി അവർ സുബഹി സമയത്ത് പുതപ്പ് മൂടി കിടക്കും.
എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ സമയത്ത് കിടന്നുറങ്ങുന്നവർക്ക്, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞതിന് ശേഷം എണീൽക്കുന്നവർക്ക് ആ ദിവസം ഒരു അസ്വസ്ഥതയായിരിക്കും, ഒരു തിരക്ക് പിടിച്ച ദിവസമായിരിക്കും. ഒരു കാര്യവും ശരിയാകില്ല. എല്ലാ കാര്യവും ശൈത്താൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. അതായത് സുബഹിക്ക് കിടന്നുറങ്ങുന്നത് കൊണ്ട് ശൈത്താൻ നിങ്ങളുടെ ചെവിയിൽ മൂത്രമൊഴിക്കും. അതുകൊണ്ട് തന്നെ ആ ദിവസം പിന്നീട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു കാര്യവും നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നടക്കില്ല. ഒരു ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകില്ല. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എണീറ്റ് സുബ്ഹി നിസ്കരിച്ച് ദുആ ചെയ്തു പ്രഭാത ദിക്റുകൾ ചൊല്ലി തുടങ്ങുന്ന ആ അന്തരീക്ഷമുണ്ടല്ലോ, ആ വീടിൻ്റെ അന്തരീക്ഷം, അവിടെ അല്ലാഹു സുബ്ഹാനഹു തആല റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറക്കും. അതോടൊപ്പം നിങ്ങൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ വീട്ടിൽ ബറക്കത്തുണ്ടാകാൻ നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്ന്. എന്നാൽ സൂറത്തുൽ ബഖറ ദിവസവും നിങ്ങൾ രാവിലെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ വീട്ടിൽ ബറക്കത്ത്, ധാരാളം അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു തആല ധാരാളം പെയ്തിറക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സൂറത്തുൽ ബഖറ ഒരു വീട്ടിൽ ആരെങ്കിലും ഓതിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ ടെൻഷൻ ഉണ്ടാകില്ല, നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകില്ല, എപ്പോഴും സമാധാനമായിരിക്കും. മാത്രമല്ല ശൈത്താനിയത്തിൽ നിന്നും, കണ്ണേറിൽ നിന്നും, നാക്കേറിൽ നിന്നും, സിഹ്റിൽ നിന്നും, എല്ലാവിധ ആപത്ത് മുസീബത്തുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല ആ വീട്ടിലുള്ള എല്ലാവർക്കും കാവൽ നൽകുന്നതാണ്. ഇനി അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഉമ്മമാരോട്, സഹോദരിമാരോട്, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അടുക്കളയിൽ തയ്യാറാക്കുന്ന ഭക്ഷണമുണ്ടല്ലോ, അത് വെറും വീട്ടുജോലി മാത്രമല്ല, അത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അരികിൽ വലിയൊരു ഇബാദത്താണ്. അതുകൊണ്ട് ഓരോ ഭക്ഷണം തയ്യാറാക്കുമ്പോഴും നിങ്ങൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് ആ ഭക്ഷണം തയ്യാറാക്കുക. മാത്രമല്ല സ്വലവാത്തുകൾ ചൊല്ലുന്നത് നിങ്ങൾ അധികരിപ്പിക്കുക. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ ഒരു ആടിനെ അറുത്തു. എന്നാൽ ആ ആടിൻ്റെ തോളൽ ഒഴികെ ബാക്കിയെല്ലാം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ദാനം ചെയ്തു. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ വന്നു. അപ്പോൾ ചോദിച്ചു, ആയിഷ, എന്താണ് ആടിൻ്റെ ബാക്കിയുള്ളത്? അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, തോളലൊഴികെ ബാക്കിയെല്ലാം ഞാൻ ദാനം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുത്തി കൊടുത്തു, ആ തോളലൊഴികെ ബാക്കിയെല്ലാം നമുക്ക് ലഭിച്ചു. അതായത് ബാക്കിയുള്ളതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അരികിൽ നമുക്ക് പ്രതിഫലം ലഭിച്ചു എന്ന് പറഞ്ഞു. ഇതാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മുടെ ബറക്കത്തിൻ്റെയും വിജയത്തിൻ്റെയും രഹസ്യം. അതായത് നമ്മൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഭക്ഷണത്തിലും സമ്പത്തിലും വർധനവുണ്ടാകുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു വലിയ പണക്കാരനെ നോക്കൂ, അയാൾ സ്വതക്ക കൊടുക്കുന്ന ആളായിരിക്കും. ഇനി അയാൾ കൊടുത്തില്ലെങ്കിൽ അയാളുടെ ഉപ്പ സ്വതക്ക കൊടുക്കുന്ന ആളായിരിക്കും. അങ്ങനെ സ്വതക്ക കൊടുക്കുന്ന ആളുകൾക്ക്, ദാനം ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു തആല ധാരാളം സമ്പത്ത് ഇരട്ടിയായി കൊടുക്കുകയുള്ളൂ. പിശുക്കന്മാർക്ക് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു തആല സമ്പത്ത് നൽകില്ല. അവർ വലിയ കുരുട്ട് ബുദ്ധിയേറ്റ് ഉള്ളതും നഷ്ടപ്പെടുത്താതെ ഇറുക്കി പിടിച്ച് ജീവിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതവും ഒരു ഇറുക്കായി മാറും. വിജയിക്കില്ല, പരാജയമായിരിക്കും. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഉയർച്ച ആഗ്രഹിക്കുന്ന ആളുകൾ, പണക്കാരനാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കുറച്ചൊക്കെ നിങ്ങൾ ദാനധർമ്മം ചെയ്യുക. മാത്രമല്ല നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ഭക്ഷണങ്ങളുണ്ടാകുമല്ലോ, ആ ഭക്ഷണങ്ങൾ നിങ്ങൾ പക്ഷികൾക്ക്, മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ നൽകുക, കുഴിച്ചു മൂടാതിരിക്കുക. അങ്ങനെ നിങ്ങൾ നൽകി കഴിഞ്ഞാൽ, ഒരു ഉറുമ്പിന് പോലും നിങ്ങൾ ഭക്ഷണം നൽകിയാൽ ആ ഉറുമ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യും എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്. ജീവജാലങ്ങളുടെയൊക്കെ പ്രാർത്ഥന നമുക്ക് ലഭിച്ചാൽ ആ ദുആക്ക് ഇജാബത്ത് ഉറപ്പാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത് മതി നമുക്ക് ലോകത്തും വിജയിക്കാൻ. മാത്രമല്ല നമ്മുടെ വീട്ടിൽ ബറക്കത്തായി വരുന്നത് ഇത്തരത്തിൽ ജീവജാലങ്ങൾക്കൊക്കെ നമ്മൾ ഭക്ഷണങ്ങൾ നൽകുമ്പോഴാണ്, അതുപോലെ സ്വതക കൊടുക്കുമ്പോഴൊക്കെയാണ്. അതുപോലെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വീട്ടിൽ മാത്രമല്ല നമ്മുടെ സമ്പത്തിലും ബറക്കത്ത് വേണം.
നമ്മുടെ സമ്പത്തിൽ ബറക്കത്ത് വരുന്നത് അത് ഹലാലായ മാർഗത്തിൽ നമ്മൾ സമ്പാദിക്കുമ്പോഴാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു, സത്യസന്ധമായിട്ട് കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകും. അതുകൊണ്ട് തന്നെ കച്ചവടത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും, നല്ല ലാഭം കൊയ്യാൻ സാധിക്കും. മാത്രമല്ല നമ്മുടെ കച്ചവടത്തിൽ ബറക്കത്ത് ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ നമ്മൾ കള്ളം പറഞ്ഞും വഞ്ചിച്ചും 1000 രൂപ ലാഭം നേടുന്നതിനേക്കാൾ ഹലാലായ മാർഗത്തിൽ നമ്മൾ 10 രൂപ ഉണ്ടാക്കിയോ, ആ 10 രൂപക്കാണ് അല്ലാഹു സുബ്ഹാനഹു തആല ബറക്കത്ത് നൽകുന്നത്. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ വഞ്ചിച്ചും ചതിച്ചും കള്ളം പറഞ്ഞും നിങ്ങൾ കച്ചവടം ചെയ്താൽ, ജോലി ചെയ്താൽ ഒരിക്കലും അതിൽ ബറക്കത്തുണ്ടാകില്ല. അത്തരത്തിൽ കച്ചവടം ചെയ്യുന്നവരുടെ കച്ചവടമാണ് പലപ്പോഴും പൂട്ടിപ്പോകേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നത്. പല ആളുകളും പറയുന്ന കാര്യമാണ്, ഞാൻ കച്ചവടം തുടങ്ങി, ഒരുപാട് കച്ചവടം തുടങ്ങി, ഒന്നും വിജയിക്കുന്നില്ല, എല്ലാം വലിയ നഷ്ടം വരികയാണ്, ദാരിദ്ര്യത്തിലാവുകയാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. അവരൊക്കെ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു നോക്കുക. റബ്ബ് സുബ്ഹാനഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി നിങ്ങൾ പണം ചിലവഴിക്കുമ്പോൾ അനാവശ്യമായിട്ട് പണം ചിലവഴിക്കാതിരിക്കുക. സൂക്ഷിച്ച് ആവശ്യത്തിന് മാത്രം പണം ചിലവഴിക്കുക. അതോടൊപ്പം പണം ചിലവഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുക. വീട്ടിലേക്കൊക്കെ സാധനം വാങ്ങുമ്പോൾ ബിസ്മി ചൊല്ലുക. വീട്ടിലേക്ക് സാധനം വാങ്ങി വരുമ്പോൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് വരിക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലവഴിക്കുന്നതാണ് ഏറ്റവും വലിയ ദാനധർമ്മം എന്ന്. അതുകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് കുടുംബം സന്തോഷത്തോടു കൂടി നോക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു തആല വലിയ ബറക്കത്ത് നൽകും. ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയം നൽകും. അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന ഓരോ വിയർപ്പിൻ്റെ തുള്ളിക്കും അല്ലാഹു സുബ്ഹാനഹു തആല നാളെ പരലോകത്ത് വലിയ പ്രതിഫലം നൽകുന്നതാണ്. ഇനി ബറക്കത്ത് എന്നുള്ളത് നമ്മുടെ പണത്തിലോ നമ്മുടെ ഭക്ഷണത്തിലോ മാത്രമല്ല, നമ്മുടെ പരസ്പരമുള്ള ബന്ധത്തിലും ബറക്കത്തുണ്ട്. നമ്മുടെ വീട് അതൊരു വെറും കെട്ടിടം മാത്രമല്ല, അത് റഹ്മത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒരു കേന്ദ്രമാകണം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ കുടുംബത്തെയും വിവാഹത്തെയും വിശേഷിപ്പിക്കുന്നത് ആത്മീയ ശാന്തി നൽകുന്ന ഒന്നാണ് എന്നാണ്. നമ്മുടെ വീട്ടിൽ ബറക്കത്ത് വരണമെങ്കിൽ ആദ്യം വേണ്ടത് കുടുംബത്തിൽ പരസ്പരം സ്നേഹവും ബഹുമാനവുമാണ് വേണ്ടത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങളിൽ ഉത്തമൻ നിങ്ങളുടെ കുടുംബത്തോട് നന്നായി പെരുമാറുന്നവനാണ്. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, ഞാൻ എൻ്റെ കുടുംബത്തോട് നന്നായി പെരുമാറുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എത്ര ആളുകളുണ്ട്, ഈ ക്ലാസ് കേൾക്കുന്ന എത്ര പുരുഷന്മാരുണ്ട്. നിങ്ങൾ പുറത്തുള്ളവരോട്, നിങ്ങളുടെ സ്നേഹിതന്മാരോട് എത്ര സ്നേഹത്തോടു കൂടിയും വിനയത്തോടു കൂടിയുമാണ് പുഞ്ചിരിച്ച് സംസാരിക്കുന്നത്. എന്നാൽ നിങ്ങൾ വീട്ടിൽ വന്നാൽ നിങ്ങളുടെ വീട്ടിലുള്ള മാതാപിതാക്കളോട്, ഭാര്യമാരോട്, മക്കളോട് എത്ര ഗൗരവത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, ചില ആളുകളൊക്കെ ഇങ്ങനെയുള്ളവരുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ വീട്ടിൽ ബറക്കത്തുണ്ടാകില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ ഭാര്യയോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവരോടൊക്കെ നമ്മൾ സ്നേഹത്തോടു കൂടിയുള്ള ഒരു പുഞ്ചിരി ഉണ്ടല്ലോ, ആ പുഞ്ചിരിയാണ് അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഏറ്റവും വലിയ ഇഷ്ടം. ആ പുഞ്ചിരി കാരണം, ആ സ്നേഹത്തോടു കൂടിയുള്ള ആ പെരുമാറ്റമാണ് നമ്മുടെ വീട്ടിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ബറക്കത്ത് കൊണ്ടുവരുന്നത്. അതുപോലെ നമ്മുടെ വീട്ടിൽ അതിഥികളെ സ്വീകരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ വീട്ടിൽ ബറക്കത്ത് ചെയ്യും. ഒരിക്കൽ ഒരു സ്വഹാബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വലിയ വിഷമത്തോടു കൂടി പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ബറക്കത്തില്ല എന്ന്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിൻ്റെ വീട്ടിൽ നീ അതിഥികളെ സ്വീകരിക്കൂ, അതിഥികൾക്ക് നീ ഭക്ഷണം നൽകൂ, അവരെ നീ സഹായിക്കൂ, എന്നാൽ നിൻ്റെ വീട്ടിൽ ബറക്കത്തുണ്ടാകും. മാത്രമല്ല അതോടുകൂടി നിൻ്റെ ഒരുപാട് ദോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നിനക്ക് പുറത്തു തരികയും ചെയ്യുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്.
അതുകൊണ്ട് അതിഥി സൽക്കാരം ആരും ഒരു ഭാരമായി കാണരുത്. ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിലും അത് നിങ്ങൾ നല്ല സ്നേഹത്തോടു കൂടി നൽകുക. ആ ഒരു സൽക്കർമ്മം നിങ്ങളുടെ ഐശ്വര്യം വർദ്ധിപ്പിക്കും, നിങ്ങളുടെ വീട്ടിൽ ബറക്കത്തുണ്ടാവുകയും ചെയ്യും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ്, നമ്മുടെ വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മൾ സലാം പറയുക. നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് സലാം പറയുക. ഇനി വീട്ടിൽ ആരുമില്ലെങ്കിലും നമ്മൾ വെറുതെ ഒരു സലാം പറയുക. ഇത് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതാണ്. ഈ ഒരു ചെറിയ പ്രവൃത്തിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സമാധാനത്തെ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ് എന്ന് പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. അതുകൊണ്ട് വീട്ടിലേക്ക് കയറുമ്പോൾ നിങ്ങൾ സലാം പറയുക. സലാം പറഞ്ഞ് കയറുന്ന വീടുകളിൽ ശൈത്താൻ ഉണ്ടാകില്ല. ശൈത്താൻ അവിടെ സ്ഥാനമില്ല. മാത്രമല്ല ആ വീട്ടിൽ ഒരിക്കലും പിണക്കങ്ങളും വഴക്കും ഉണ്ടാകില്ല. ചില വീടുകളിലൊക്കെ എന്നും വഴക്കും പ്രശ്നങ്ങളും അടിയും പിടിയും ഒക്കെയാണ്. എന്നാൽ നിങ്ങളുടെ വീട്ടിലേക്ക് കയറുമ്പോൾ നിങ്ങൾ സലാം ചെല്ലുന്നവരാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ വീട്ടിൽ വഴക്കോ ഒരു പ്രശ്നമോ ഉണ്ടാകില്ല. മാത്രമല്ല ഈ സലാം പറയുന്ന ഈ കാര്യം നിങ്ങൾ മക്കൾക്കും നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊച്ചുമക്കളായ ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇവരോട് കാണിച്ച ആ സ്നേഹവും കാരുണ്യവും നമ്മുടെ മക്കളോടും നമ്മൾ കാണിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു കുട്ടി നമ്മുടെ വീട്ടിൽ സന്തോഷിച്ച് ചിരിക്കുകയാണെങ്കിൽ അത് കണ്ട് അള്ളാഹുവിൻ്റെ മാലാഖമാർ സന്തോഷിക്കും. എന്നാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും കലഹങ്ങളും പ്രശ്നങ്ങളും അടിയും വഴക്കുമാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു തആല റഹ്മത്തിൻ്റെ മാലാഖമാരെ ഇറക്കില്ല. മാത്രമല്ല നമ്മുടെ വീട്ടിൽ നിന്നും ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു തആല എടുത്തു കളയും. ഇനി നമ്മുടെ വീട്ടിൽ ബറക്കത്ത് നിലനിർത്താൻ പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് പ്രാർത്ഥന, ദുആ ചെയ്യൽ. അള്ളാഹുവിനോട് ചോദിക്കാതെ ഒന്നും നമുക്ക് നേടാൻ സാധിക്കില്ല. പല ആളുകളും വിചാരിക്കുന്നത് കഠിനാധ്വാനത്തിലൂടെ സമ്പത്തുണ്ടാക്കാം. എന്നാൽ അത് ഒരിക്കലും നടക്കില്ല. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിലേ നമ്മൾ എത്ര തന്നെ തല കുത്തി മറിഞ്ഞ് അധ്വാനിച്ച് ജോലി ചെയ്തിട്ടോ ബിസിനസ് ചെയ്തിട്ടോ നമുക്ക് സമ്പത്തുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഇല്ലെങ്കിൽ നമ്മൾ എത്ര തന്നെ അധ്വാനിച്ചിട്ടും നമുക്ക് സമ്പത്തുണ്ടാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ അതിലേക്ക് മുന്നിട്ടിറങ്ങുന്നതിന് മുമ്പായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയം നൽകാൻ സാധിക്കുകയുള്ളൂ, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരാൻ സാധിക്കുകയുള്ളൂ. അവൻ വിചാരിക്കുന്നത് പോലെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുക. ഇനി രാത്രി സമയങ്ങളിലെ ബറക്കത്ത്, അതായത് രാത്രി സമയം നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് വുളൂ ചെയ്യുക. വുളൂ ചെയ്ത് നമ്മൾ കിടന്നാൽ അള്ളാഹുവിൻ്റെ മാലാഖമാരുടെ കാവൽ നമുക്ക് ലഭിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫാത്തിമ ബീവിയോട് പറഞ്ഞു കൊടുത്തൊരു രഹസ്യമുണ്ട്. ഫാത്തിമ ബീവിക്ക് വീട്ടിലെ കഠിനമായ ജോലി കാരണം ജോലി ചെയ്യാൻ കഴിയാതെ അതൊരു ഭാരമായപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, എനിക്ക് വീട്ടിലേക്കൊരു ജോലിക്കാരിയെ വേണമെന്ന്. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫാത്തിമ, നീ അന്തി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് 33 തവണ സുബ്ഹാനല്ലാഹ്, 33 തവണ അൽഹംദുലില്ലാ, 34 തവണ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക. ഇത് നിനക്ക് ഒരു വേലക്കാരിയേക്കാൾ ഉത്തമമാണ് എന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ശാരീരികമായിട്ടുള്ള ക്ഷീണം മാറ്റാനും നാളത്തേക്കുള്ള ഊർജം നമുക്ക് ലഭിക്കാനും അള്ളാഹുവിൻ്റെ സ്മരണയേക്കാൾ വലിയൊരു മരുന്ന് വേറൊന്നുമില്ല. ഇത് നമ്മുടെ വീട്ടിലെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമൊക്കെ വലിയൊരു പാഠമാണ്. ഈ തസ്ബീഹ് ചൊല്ലി ഉറങ്ങുന്ന ആളുകളുടെ നാളത്തെ ജീവിതം അള്ളാഹുവിൻ്റെ പ്രത്യേക ബർക്കത്തിലായിരിക്കും. എല്ലാ രാത്രിയിലും എല്ലാ ദിവസത്തിലും അള്ളാഹുവിൻ്റെ ബറക്കത്തും അള്ളാഹുവിൻ്റെ പ്രത്യേക കാവലും നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാ 33, അല്ലാഹു അക്ബർ
34 പ്രാവശ്യം ഈ പറഞ്ഞ 3 ദിക്റുകളും നിങ്ങൾ ചൊല്ലിയാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ പരാജയമുണ്ടാകില്ല, അള്ളാഹുവിൻ്റെ ബറക്കത്തുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഇത്രയേറെ ലളിതമായ കാര്യങ്ങളിലൂടെയാണ് പരിശുദ്ധ ഇസ്ലാം നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുന്നത്, ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഇതുവരെ സംസാരിച്ച ഈ കാര്യം വെറും വാക്കുകളല്ല, നമ്മുടെ ജീവിതത്തെ തന്നെ അടിമുടി മാറ്റാൻ കഴിയുന്ന ആത്മീയ വിഷയങ്ങളാണ്. ബറക്കത്ത് എന്നുള്ളത് നമുക്ക് ആകാശത്തു നിന്നും വീണ് കിട്ടുന്ന ഒന്നല്ല, മറിച്ച് നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ ഓരോ കാര്യങ്ങളിലും അള്ളാഹുവുമായിട്ട് ബന്ധം പുലർത്തുമ്പോൾ അത് താനെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന ഒന്നാണ് ബറക്കത്ത്. നൂഹ് നബി അലൈഹിസ്സലാം കപ്പൽ നിർമ്മിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ്? റബ്ബി അൻസിൽനി മുൻസലൻ മുബാറക വ അൻത ഖൈറുൽ മുൻസിലീൻ. എന്താണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം? എൻ്റെ നാഥ, അനുഗ്രഹീതമായ ഒരിടത്ത് നീ എന്നെ ഇറക്കിത്തരണമേ, ഇറക്കിത്തരുന്നവരിൽ ഏറ്റവും ഉത്തമൻ നീയാണല്ലോ. എത്ര മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് ഇത്. നമ്മൾ ഒരു വീട് പണിയുമ്പോഴോ വീട്ടിൽ താമസിക്കാൻ പോകുമ്പോഴോ നമ്മൾ പ്രാർത്ഥിക്കേണ്ട, അല്ലാഹു സുബ്ഹാനഹു തആലയോട് പ്രാർത്ഥിക്കേണ്ട ഒരു ഉത്തമമായ ഒരു പ്രാർത്ഥനയാണിത്. അതായത് നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ ആഡംബരമല്ല നമുക്ക് വേണ്ടത്, നമ്മൾ നിർമ്മിക്കുന്ന ആ വീട്ടിലെ സന്തോഷമാണ് നമുക്ക് വേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനമായിട്ട് ഒന്നും കൂടി ഉണർത്തുകയാണ്, നമ്മൾ നല്ലവരാകാൻ വേണ്ടിയിട്ട്, നമുക്ക് ബറക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ട് ഇന്നു മുതൽ തന്നെ നമുക്ക് നല്ലവരായി തുടങ്ങാം. അതായത് നേരത്തെ ഉണരാം. പ്രഭാതത്തിൻ്റെ ബറക്കത്ത് ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. സുബഹി സമയത്ത് നേരത്തെ എണീറ്റ് അതിനുശേഷമുള്ള സമയം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആലക്ക് മാറ്റിവെക്കാം. അതായത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ ഓതുക. ഒരു ദിവസം നമ്മൾ ഒരു പേജെങ്കിലും ഖുർആൻ ഓതുക, ധാരാളം ദിക്റുകൾ ചൊല്ലുക, സ്വലാത്തിനെ അധികരിപ്പിക്കുക, ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കുക. നമ്മുടെ വീടിൻ്റെ ഓരോ കോണുകളിലും അള്ളാഹുവിൻ്റെ വചനങ്ങൾ പ്രതിധ്വനിക്കട്ടെ. അതോടൊപ്പം എല്ലാ ദിവസവും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ, പുരുഷന്മാർ ജോലി ചെയ്യുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, വെറുതെ ഇരിക്കുമ്പോൾ, കിടക്കുമ്പോഴൊക്കെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് ധാരാളം ചൊല്ലിക്കൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ ഇങ്ങനെ ഒരുമിച്ച് ചൊല്ലിയാലും മതി. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ ചൊല്ലുന്നത് കൊണ്ട് നിങ്ങളുടെ വീടിൻ്റെയും ജീവിതത്തിൻ്റെയും ഊർജത്തെ തന്നെ മാറ്റിമറിക്കും. അതുപോലെ ജീവിതത്തിൽ ഭക്ഷണത്തിലെ മര്യാദകൾ പാലിക്കുക. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കുക, വലതു കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ സ്തുതിക്കുക, അൽഹംദുലില്ലാഹ് എന്ന് പറയുക. സ്നേഹത്തോടു കൂടിയും കാരുണ്യത്തോടു കൂടിയും ജീവിക്കുക. ദേഷ്യത്തെ അടക്കി നിർത്തുക. വീട്ടിലുള്ളവരോട് പുഞ്ചിരിയോടെ പെരുമാറുക. സലാം പറഞ്ഞ് വീട്ടിൽ കയറുക. മാതാപിതാക്കളെ അനുസരിക്കുക. ഭാര്യയെ സ്നേഹിക്കുക, മക്കളെ സ്നേഹിക്കുക, മൂത്തവരെ ബഹുമാനിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ സമ്പാദിച്ച പണവും സമ്പത്തും നമ്മുടെ കാറും വീടും നമ്മുടെ മുതലൊന്നും നമ്മുടെ കൂടെയുണ്ടാകില്ല. നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്നത് നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ, നമ്മൾ ചൊല്ലിയ ദിക്റുകൾ, നമ്മൾ വളർത്തിയെടുത്ത നമ്മുടെ നല്ല മക്കൾ നാളെ പരലോകത്ത് നമുക്ക് സാക്ഷി പറയും. നമ്മൾ ഖബറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ നമ്മുടെ നല്ലവരായ, നമ്മൾ വളർത്തിയെടുത്ത സ്വാലിഹീങ്ങളായ മക്കളെ ഉണ്ടാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഇഹലോക ജീവിതത്തിലും നമ്മുടെ വീട്ടിലും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങളെ അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ കുടുംബത്തെ ഇസ്ലാമിൻ്റെ പാതയിൽ ഉറച്ചു നിർത്തട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു തആല സ്വാലിഹീങ്ങളാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതുവരെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ, നമ്മുടെ ദുആ റബ്ബ് സുബ്ഹാനഹു തആല സ്വീകരിക്കാൻ, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ
നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാവുകയുള്ളൂ. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ കുറച്ച് ഉപ്പും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു മനോഹരമായ ആയത്തും ഉപയോഗിച്ച് നമുക്ക് നടക്കാത്ത, ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ആഗ്രഹങ്ങൾ പോലും നമുക്ക് വളരെ വേഗത്തിൽ നിറവേറ്റിയെടുക്കുവാൻ പറ്റിയ ഒരു അമലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ? അതുപോലെ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറിക്കിട്ടാതെ കൈവിട്ടു പോകുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ വിഷമിക്കേണ്ട, പരിഹാരം ഇതാ. ഒരിക്കൽ മൂസാ നബി അലൈഹിസ്സലാം മരുഭൂമിയിലൂടെ ആരാരുമില്ലാതെ, ഭക്ഷണം കിട്ടാതെ, തളർന്ന് അഭയമില്ലാതെ മരുഭൂമിയിൽ ഒരിടത്തിരുന്നപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ആ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് മൂസാ നബിക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഭക്ഷണം നൽകി, അഭയം നൽകി, ഇണയെ നൽകി, ജോലി നൽകി, ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി. ഈ അത്ഭുത പ്രാർത്ഥന ഒരു നുള്ളു ഉപ്പിൽ 11 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട്, ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് ഊതിക്കൊണ്ട് നമ്മുടെ എത്ര വലിയ ആഗ്രഹങ്ങളും നമുക്ക് നിറവേറ്റിയെടുക്കാം. വെറും 7 ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ എന്തുമാകട്ടെ, രോഗം മാറിക്കിട്ടാനാണെങ്കിൽ അത് മാറിക്കിട്ടും, കടബാധ്യത ഉള്ളവരുടെ കടങ്ങൾ വീടിക്കിട്ടും, ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കും, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകും, വിവാഹം ശരിയാകാത്തവർക്ക് വിവാഹം ശരിയാകും. മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ, കുടുംബത്തിൽ സമാധാനമുണ്ടാകാൻ, ബറക്കത്തുണ്ടാകാൻ, ഇങ്ങനെ തുടങ്ങിയ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ആഗ്രഹങ്ങളാണോ നമുക്കുള്ളത്, എന്തെല്ലാം പ്രയാസങ്ങളാണോ നമുക്കുള്ളത്, അതൊക്കെ മാറിക്കിട്ടാൻ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഈ വചനം അതിനൊക്കെയും പരിഹാരമാണ്. ഇതിനു വേണ്ടി ഐശ്വര്യത്തിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെയും പ്രതീകമായ ഒരു നുള്ളു ഉപ്പാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്നത്. ഈ അമൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, രാത്രി കിടന്നുറങ്ങുന്നതിൻ്റെ അല്പം മുമ്പ് ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത്, ആരാരുമില്ലാത്ത ഒരു സ്ഥലത്ത് വുളുവോടുകൂടി തനിച്ചുപോയി ഇരിക്കുക. ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വലത് കൈയിൽ ഒരു നുള്ള് ഉപ്പെടുക്കുക, ഏറിപ്പോയാൽ 1 സ്പൂൺ ഉപ്പെടുക്കുക. എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ സൂറത്തുൽ ഖസസ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഖസസിലെ ഈ വചനം നിങ്ങൾ 11 പ്രാവശ്യം ഓതുക. ഓതേണ്ട വചനം ഇതാണ്: റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. ഈ വചനം നിങ്ങൾ 11 പ്രാവശ്യം ഓതുക. എന്താണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്? എൻ്റെ രക്ഷിതാവേ, നീ എനിക്ക് ഇറക്കിത്തരുന്ന ഏതൊരു നന്മക്കും ഞാൻ തീർത്തും ആവശ്യക്കാരനാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഈ വചനം നിങ്ങൾ 11 പ്രാവശ്യം ഓതിക്കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ മനമുരുകി അല്ലാഹു സുബ്ഹാനഹു തആലയോട് പറയുക. എന്നതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള, കൈപ്പത്തിയിലുള്ള ആ ഉപ്പിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം ഊതുക. എന്നതിന് ശേഷം ആ ഉപ്പ് നിങ്ങൾ വെള്ളത്തിൽ കലക്കുക. എന്നിട്ട് ആ വെള്ളം നിങ്ങൾ വീട്ടിൽ തളിക്കുക. അതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള ശുദ്ധമായ മണ്ണിലും അതുപോലെ മരത്തിൻ്റെ ചുവട്ടിലുമൊക്കെ തെളിക്കുക. ഈ ഒരു പ്രക്രിയ, ഈ ഒരു കാര്യം നിങ്ങൾ തുടരെ 7 ദിവസം ചെയ്യുക. ഈ ആയത്തിൻ്റെ കരുത്ത് അത്ഭുതമാണ്. മൂസാ നബിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല വഴി തുറന്നു കൊടുത്ത ഒരു ആയത്താണ്. അതുകൊണ്ട് നമുക്കും അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരും, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടും, ജീവിതത്തിൽ സമാധാനം കിട്ടും. മാത്രമല്ല, നമ്മൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ഈ കാര്യം ചെയ്തത്, അത് അല്ലാഹു സുബ്ഹാനഹു തആല വളരെ വേഗത്തിൽ നിറവേറ്റിത്തരുന്നതാണ്. ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയും അള്ളാഹുവിൽ അടിയുറച്ചുള്ള വിശ്വാസവുമാണ് ഈ കാര്യം ചെയ്യുന്നതിൽ പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ നിങ്ങൾ ഈ കാര്യം ചെയ്താൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിങ്ങളുടെ കാര്യങ്ങൾ നടത്തിത്തരും, നിങ്ങളുടെ ആഗ്രഹം നിറവേറിക്കിട്ടും. ഈ ഒരു അറിവ്
നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക. എല്ലാവർക്കും ഉപകാരമാകട്ടെ. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതിയാൽ നിങ്ങൾ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. അത് കൂടുതൽ ആളുകളിലേക്ക് ഈ അറിവ് എത്തിച്ചേരാൻ സഹായിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അള്ളാഹു സുബ്ഹാനഹു തആല നിറവേറ്റിത്തരട്ടെ. ജീവിതത്തിൽ സമാധാനം നൽകട്ടെ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ പ്രാവർത്തികമാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അത് കാരണം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ഇഹലോകത്തും നമുക്ക് അള്ളാഹു വിജയം നൽകട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ നമുക്കെല്ലാവർക്കും ഒത്തുചേരാൻ അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.